ടെക് ലോകത്തെ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ വാഹന വിപണിയിൽ 2030 മുൻപായി 7 പുതിയ മോഡലുകൾ എത്തിക്കാൻ റെനോ. ഇന്ത്യൻ വാഹന വിപണിയുടെ 5% വിഹിതമാണ് ലക്ഷ്യമിടുന്നതെന്ന് റെനോ ഗ്രൂപ്പ് സിഇഒ അറിയിച്ചു. രാജ്യാന്തര തലത്തിൽ റെനോ നടപ്പിലാക്കുന്ന ഫ്യൂച്ചർ റെഡി പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നീക്കങ്ങൾ. ലോകത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വാഹന വിപണിയായ ഇന്ത്യയിലേക്ക് കൂടുതൽ വൈവിധ്യമാർന്ന വാഹനങ്ങൾ പുറത്തിറക്കുകയെന്നതാണ് റെനോ ലക്ഷ്യമിടുന്നത്. പുത്തൻ ടെക്നോളജിയിലുള്ള 2 പ്ലാറ്റ്ഫോമുകളിലായി ഹൈബ്രിഡ്, CNG, പെട്രോൾ ഡീസൽ വിഭാഗങ്ങളിലായിരിക്കും റെനോ മോഡലുകൾ പുറത്തിറങ്ങുക. കുറച്ചു മോഡലുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന വിമർശനം ഇന്ത്യയിൽ നേരത്തെ തന്നെ റെനോ കേൾക്കുന്നുണ്ട്. വിപണിയുടെ എല്ലാ വിഭാഗങ്ങളിലും സാന്നിധ്യമുറപ്പിക്കാൻ വൈവിധ്യവൽക്കരണം റെനോയെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. രാജ്യാന്തര തലത്തിൽ റെനോ നടപ്പിലാക്കുന്ന ഫ്യൂച്ചർ റെഡി പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നീക്കങ്ങൾ. നിലവിൽ ക്വിഡ്, ടൈഗർ, ട്രൈബർ, ഡസ്റ്റർ എന്നിങ്ങനെ 4 മോഡലുകളാണ് റെനോയ്ക്ക് ഇന്ത്യൻ വിപണിയിലുള്ളത്. രാജ്യാന്തര വിപണിയിലെ ഡസ്റ്ററിന്റെ മോഡലായ ബിഗ്സ്റ്റർ, കോമ്പാക്ട് SUV വിഭാഗത്തിലെ ബ്രിഡ്ജർ എന്നിവ വൈകാതെ ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇതിൽ ബ്രിഡ്ജറിന്റെ ഇലക്ട്രിക് ICE പതിപ്പുകളും റെനോ പുറത്തിറക്കും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റെനോ വാഹനങ്ങളുടെ 90% വരെ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും വാഹന വിലയിൽ അടക്കം പ്രതിഫലിക്കും. ഇന്ത്യക്കായി, ഇന്ത്യ ലോകത്തിനായി എന്നതാണ് റെനോ ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യങ്ങളെ കമ്പനി വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. ആഗോളതലത്തിൽ 100-ലേറെ രാജ്യങ്ങളിൽ ഇതിനകം സേവനം നൽകി വരുന്ന സ്റ്റാർട്ടപ്പിന് ഇന്ത്യയിൽ സേവനം ആരംഭിക്കുന്നതിനുള്ള സർക്കാർ അനുമതി ഇനിയും ലഭിച്ചിട്ടില്ല. സ്റ്റാർലിങ്കിന്റെ മാതൃകമ്പനിയായ സ്പേസ് എക്സിലെ ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ചും മറ്റ് ചില സാങ്കേതിക മാനദണ്ഡങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർന്നതാണ് വെല്ലുവിളിയായിരിക്കുന്നത്. സ്പേസ് എക്സിലെ ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണ്. നിലവിലെ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടെ സ്റ്റാർലിങ്ക് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറില്ലെന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിദേശ നിക്ഷേപം നേരിട്ട് സ്വീകരിക്കുന്നതിനായി കമ്പനി മുന്നോട്ട് വെച്ച പ്രപ്പോസൽ സർക്കാർ മരവിപ്പിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തേക്കാമെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം പോലുള്ള നിർണായകമായ ദേശീയ സുരക്ഷാ സാഹചര്യങ്ങളിൽ സ്റ്റാർലിങ്ക് ഉയർത്തിയേക്കാവുന്ന ഭീഷണിയെക്കുറിച്ച് സർക്കാരിന് ആശങ്കയുണ്ട്. 5 വർഷക്കാലമായി സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ സേവനം ആരംഭിക്കുന്നതിന് അനുമതി ലഭിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ക്യാമറയിൽ വിപ്ലവം സൃഷ്ടിക്കാനൊരുങ്ങി ഓപ്പോ ഫൈൻഡ് X9 അൾട്ര. 200 മെഗാപിക്സൽ ഡ്യുവൽ സെൻസറുകളും ശക്തമായ സൂം സംവിധാനവുമായ ഈ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ നാളെ ആഗോള വിപണിയിൽ എത്തും. ഓറഞ്ച് നിറത്തിലുള്ള പ്രത്യേക ക്യാമറ ബട്ടണും പുതുമയാർന്ന ഡിസൈനും ഇതിനകം തന്നെ ടെക് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ക്യാമറ കേന്ദ്രീകരിച്ചുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഓപ്പോ ഫൈൻഡ് X9 അൾട്ര നാളെ ആഗോള വിപണിയിൽ അവതരിപ്പിക്കും. ടീസറിൽ ഫോണിന്റെ വലതുവശത്ത് ഓറഞ്ച് നിറത്തിലുള്ള പ്രത്യേക ക്യാമറ ബട്ടൺ കാണിച്ചിരിക്കുന്നു. വൃത്താകൃതിയിലുള്ള പിൻ ക്യാമറ മൊഡ്യൂളാണ് ഫോണിന്റെ പ്രധാന ആകർഷണം. ക്വാഡ് റിയർ ക്യാമറ സജ്ജീകരണത്തിൽ 200 മെഗാപിക്സൽ പ്രൈമറി സെൻസറും 200 മെഗാപിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോയും 10x ഒപ്റ്റിക്കൽ സൂം പിന്തുണയുള്ള 50 മെഗാപിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോയും 50 മെഗാപിക്സൽ അൾട്രാവൈഡ് ലെൻസും ഉൾപ്പെടും. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റോടുകൂടിയ 6.82 ഇഞ്ച് LTPO AMOLED ഡിസ്പ്ലേയും ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 പ്രോസസ്സറും ഫോണിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ 100 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 7050 mAh ബാറ്ററിയും ഉണ്ടായിരിക്കും. വില ഏകദേശം 1,25,000 മുതൽ 1,60,000 രൂപ വരെ ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.